മുസ്ലിം ലീഗിനോടുള്ള CPM നേതൃത്വത്തിലെ ചിലർക്കും തിരിച്ചും ഉള്ള പ്രേമുലു തെരഞ്ഞെടുപ്പ് കാലത്തും കാണാൻ കഴിയും. UDFിൽ ലീഗിന് 3ാം സീറ്റിനുള്ള യോഗ്യതയെക്കുറിച്ച് പോലും CPM വേവലാതി കൊള്ളുന്നു. എന്നാൽ ലീഗിലെ CPM വിരുദ്ധതയുടെ മൂർത്തിമത് ഭാവമാണ് KM ഷാജി. CPMന്റെ തട്ടകമായ കണ്ണൂരിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാവാം ഷാജിക്ക് രാപ്പനിയുടെ ചൂടറിയുന്നത്. പിണറായിയെ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു എന്നാണ് ഷാജിയുടെ ചോദ്യം. പിന്നെ മറ്റൊന്ന് ആലോചിക്കുമ്പോഴാണ് ഷാജി സമാധാനം കൊള്ളുന്നത്. ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് എൻ്റെ അതിശയം ഇപ്പോഴും എങ്ങനെയാണ് ഈ കേരളം പോലെ നല്ല സമാധാനമുള്ള സോഷ്യലിസ്റ്റുവാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള അക്ഷരസമ്പന്നരായ മലയാളി എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് എന്നതാണ്. അപ്പോൾ എനിക്ക് ആശ്വാസമുള്ള ഒരു കാര്യം, ഇന്ത്യ തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയം സജീവമാക്കി നിർത്താൻ ഷാജി ശ്രമിക്കുന്നത്. വടകര പാർലമെന്റ് മണ്ഡലം CPMനെ കൈവിട്ടത് ഈ കൊലപാതകത്തെ തുടർന്നാണ്. കോടതി നടപടികളെ തുടർന്ന് വിഷയം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സജീവമായി ഉന്നയിക്കാൻ ഷാജിയെ പോലുള്ള ലീഗുകാരും. കുഞ്ഞനന്തൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്തനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. അസ്വസ്ഥനായിരിക്കും, അതുകൊണ്ട് ചില വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് എന്തും വിളിച്ചു പറയുന്നൊരു ശീലത്തിലേക്ക് ഷാജി എത്തിയിട്ടുണ്ട്. സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഇന്നോവ ബുക്കിനോടാ ഇതാ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞ ഉടനെ വരട്ടലും ഭീഷണി. KM ഷാജി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് അതിന് മറുപടിയല്ലേ പറയാനുള്ളത്. നിയമപരമായ നടപടി, നിയമപരമായ നിലപാടെടുത്തു. എന്ത് തോന്നിയ ദിവസം വായിക്ക് തോന്നിയത് പറയാം. ലീഗ് പറയുന്ന പോലെ ലീഗിൻ്റെ ഉള്ളിൽ പറയുക, അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തും പറയുക എന്നാണ് ധരിച്ചിട്ടുള്ളത്. അത് ഒരു തരത്തിൽ അനുവദിക്കുന്നതല്ല. എനിക്കെന്തോ അസുഖമുണ്ട്, കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. KM ഷാജി ഒരു നിലവാരമില്ലാത്ത ലീഗിൻ്റെ നേതാവാണ്. KM ഷാജി എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അത് വളരെ ഗൗരവതരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവായ ശ്രീ KM ഷാജി ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് പറയാനുള്ള നിരവധി ഇതിനു മുമ്പുള്ള കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഫസൽ വധക്കേസിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നേതൃത്വവുമായി CPM നേതാക്കളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് PK കുഞ്ഞനന്തൻ. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷ്യ വിഷബാധയേറ്റ് ജയിലിൽ മരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഒരു കേസിൽ പ്രതിയായി അതിൻ്റെ മേലെ ശിക്ഷിച്ച് ജയിലിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരുമാണ്. അവരുടെ എല്ലാം പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ എല്ലാം സഹായിയായി ആ നാടിൻ്റെ സംരക്ഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കുഞ്ഞനന്തൻ. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. മറുപടി അറിയിക്കാതെ എന്തും തോന്നിയ ദിവസം പറഞ്ഞു നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാൻ പറ്റാത്ത ഒരാളാണ്. കേരള ഹൈക്കോടതി ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് കുറേ കൂടി വലിയ തോതിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചൊരു CBI അന്വേഷണത്തിന് ഏറ്റവും നല്ല സമയം ഇതാണ്. ആ കുഞ്ഞനന്തനെക്കുറിച്ചും മരണപ്പെട്ടതിന് ശേഷവും അവരുടെ കുടുംബത്തെ അവമാനിക്കാൻ എത്രമാത്രം ഹീനമായ ദൗത്യമാണ് നിർവഹിച്ചത്. ഒരു കുടുംബത്തെ മുഴുവൻ ആക്രമിക്കുകയല്ലേ, വേദനിപ്പിക്കുകയല്ലേ, ഒരു കുടുംബത്തെ മുഴുവൻ മനോവിഷമത്തിലേക്ക് കൊണ്ടെത്തിക്കുകയല്ലേ. ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യത്ത് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം. പണിത് മലത്തിക്കടത്തും അനുഭവസ്ഥർ ഈ നാട്ടിൽ കുറേ ഉണ്ട്. ഇവിടുത്തെ സത്യവും ന്യായവും നീതിയൊക്കെ
അത് ഞങ്ങൾ തീരുമാനിക്കും.